അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു കിഡിലൻ വീട് ചെറിയ വിലയിൽ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ഇതിലേക്കുള്ള വഴി. നേരെ ഫ്രണ്ടിൽ കൂടെ വഴിയുണ്ട്. അതായത് ഈ വഴി ഇവിടെ എൻഡാണ്, ഈ വീടിൻ്റെ ഈ ഭാഗത്തോടു കൂടി എൻഡാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ചവിട്ട് വഴിയുള്ളൂ. അതായത് നമ്മളെ മുറ്റത്തേക്ക് വലിയ വാഹനങ്ങൾ, നിസാന്, കാർ പോലുള്ള ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വരും. ഇപ്പം നിലവിൽ ഇതിങ്ങനെ കാട് പിടിച്ചെടുക്കുകയാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ പാസിംഗ് ഉണ്ട്, വണ്ടി പാസിങ്ങുള്ളതുകൊണ്ടാണ് അവിടെ കാടില്ലാത്തത്. ഇപ്പം നമ്മൾ ഈ വീട്ടിൽ ഇവിടെയാണ് ഈ റോഡിൻ്റെ എൻഡ് വരുന്നത്. അത്യാവശ്യം നല്ല വീതി ഉണ്ട്, ഇതുണ്ടോ, അത്യാവശ്യം നല്ല വീതി ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ചവിട്ട് വഴിയാണ്. ആ വെള്ള പെയിൻ്റ് അടിച്ച വീടിൻ്റെ അപ്പുറത്തൂടെ അതിൽ ടാറിങ് റോഡ് വരുന്നുണ്ട്. അപ്പോൾ ടാറിങ് റോഡിൽ നിന്ന് ചവിട്ട് വഴി വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 2 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ടാറിങ് റോഡിൽ നിന്ന് നമ്മൾക്ക് അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ. മെയിൻ റോഡ് ശരിക്കുള്ള വഴി അപ്പുറത്തൂടെ വേറെ, വണ്ടി വാഹനങ്ങൾ വരുന്ന വഴി അപ്പുറത്തൂടെ വേറെ ഉണ്ട്. അപ്പോൾ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ പഴക്കമില്ലാത്തൊരു വീടാണ്. അതായത് താമസിച്ചണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രക്ചർ ലെവല് തേക്കടീൻ്റെ ഒക്കെ മുന്നേ കുറച്ച് കാലത്തിൽ താമസിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരാളത് വാങ്ങിച്ചിട്ട് അവർ ബാലൻസുള്ള വർക്കുകൾ, പെയിൻറ്റിങ് കാര്യങ്ങൾ, തേപ്പ്, ടൈലൊട്ടിക്കൽ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുതിയ വീട് അങ്ങനെ തന്നെ പറയാം. നേരെ ഫ്രണ്ടിൽ ഇതിൻ്റെ മുറ്റത്ത് നല്ലൊരു കിണറുണ്ട്. ഇതിൻ്റെ ചെറിയ ആഴത്തിൽ നല്ല വെള്ളമുള്ള നല്ലൊരു കിണറുണ്ട്. നിരപ്പായിട്ടുള്ള സ്ഥലമാണ്, ഒരു സ്ക്വയർ പ്ലോട്ടാണ്. ഇതിൻ്റെ അടുക്കള ഭാഗത്തൂടെ ഇതിൻ്റെ ഒരു അതിര് ഈ ഭാഗത്തൂടെ ഒരു 3 അടി വഴി പിൻഭാഗത്തെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ഉണ്ടാവും. സൈഡിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് 2 ബെഡ്റൂം, ഒരു ഹാള്, ഉള്ളൊരു കോമൺ ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ സൗകര്യങ്ങൾ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീട്. ഇനി സ്ഥലത്തിൻ്റെ ഘടന ഇതുണ്ട്, നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയയാണ്. നിറയെ വീടുകളൊന്നുമില്ല, ഇതുണ്ട് നോക്കിയാൽ കാണുന്നിടത്തൊക്കെ വീടുകളുണ്ട്. ഇവിടെ വീടുണ്ട്, അതിൽ പിൻഭാഗത്തുണ്ട്, സൈഡ് ഭാഗത്തുണ്ട്, ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ചെറിയൊരു തോട്ടാണ്, വാഴത്തോട്ടാണ്. അപ്പോൾ അലമ്പൊന്നുമില്ലാത്ത നല്ലൊരു താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല ശുദ്ധവായു, ശുദ്ധവെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ. സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു ഹാള്. ഞാൻ പറഞ്ഞല്ലോ അതിലിപ്പോൾ താമസക്കാരില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പൊടികൾ, ഇപ്പോൾ ഫ്ലോറിംഗ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി തുടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ്. എവിടെയും ഒരു ലീക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് മാർബോണൈറ്റാണ്. 2 സൈസിൽ വരുന്ന വെട്രിഫൈഡ് ടൈലാണ് വീട് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടോ. അതൊക്കെ ഫുള്ള് പൊടി പിടിച്ചെടുക്കണം. അപ്പോൾ അതൊന്നും വീടിൻ്റെ കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ തോത്തി തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയറായി. ചുമരിൽ ഇവിടെ ഒരു അൽമാര ഷോക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ ഇതാണ്. ഈ കോർണറിലായിട്ട് ഇവിടെ ഒരു വാൾ ഹാങ് ടൈപ്പ് ഒരു ചെറിയ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പ്രത്യേകത വിൻഡോസ് ഒറ്റക്കള്ളിയുടെ വിൻഡോസാണ്, സിംഗിൾ വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, സാധാരണ വിൻഡോസിലേറെ ഹൈറ്റ് കൂടുതലുണ്ട്, ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട്. 3 വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. ബെഡ്റൂമുകളിലും ഇതേപോലെ തന്നെ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന് നിലവിൽ ഹാൻഡ് റെയിൽ വെച്ചിട്ടില്ല. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം, ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്, ഷവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് ഇതുള്ളത്. ഇനി ഇതാണ് ബെഡ്റൂം വരുന്നത്. 2 ബെഡ്റൂം വരുന്നുണ്ട്. റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസ്, പറ്റ ഇടുങ്ങിയ സൈസൊന്നുമല്ല, എങ്കിൽ കൂടി ഒരു ആവറേജ്, നല്ല വലിയ സൈസല്ല, ഒരു മീഡിയം സൈസിലുള്ള ബെഡ്റൂമുകളാണ്. ചുമരിൽ റാക്കുണ്ട്, മുകൾ ഭാഗത്തൊക്കെ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെ 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസ് തന്നെയാണ് വരുന്നത്. ഇനി നേരെ കാണുന്നത് കിച്ചൺ. കിച്ചൺ നല്ല സൗകര്യമുള്ള കിച്ചണാണ് കേട്ടോ. കിച്ചണിൽ അടിഭാഗം മാറ്റ് ടൈലാണ്, ഗ്രിപ്പുള്ള ടൈലാണ്, ഒരു ഡാർക്ക് തീം കളറിൽ. കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം ഇതുണ്ട്. നല്ല ഗ്രിപ്പുള്ള ചെക്ക് ഡിസൈൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. 2 ഭാഗവും കിച്ചൺ സ്ലാബ് ഉണ്ട്. നേരെ സ്ട്രൈറ്റ് ആയിട്ട് ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. ഈ അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ചിമ്മിണി ഉണ്ട് കേട്ടോ. പഴയ ട്രഡീഷണൽ രീതിയിൽ ചിമ്മിനിയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്, ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. നല്ല കട്ടർപ്പോട് കൂടിയിട്ടുണ്ട്. നല്ല ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗം സി ഷേപ്പിലുള്ള 2 ഭാഗം 3 ഭാഗത്ത് റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. ഇനി കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം,
അതായത് ഈ സ്റ്റോർ റൂം നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ. ഒരു മിനി ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നുണ്ട്. നമ്മൾ റാക്ക് മാറ്റിയിട്ട് റൂം വേണമെങ്കിൽ അങ്ങനെ തിരിക്കാൻ. ഇനി അതല്ല, അതിൻ്റെ സെൻട്രൽ പാർട്ടീഷൻ കൊടുത്തിട്ട് നമ്മൾക്കൊരു ബാത്റൂമും ഒരു സ്റ്റോർ റൂമും അങ്ങനെ രണ്ടായിട്ട് ചെയ്യണമെങ്കിൽ രണ്ടായിട്ട് ചെയ്യാം. ഇതാണ് ചുറ്റുഭാഗം അതിൽ വരുന്നത്. ഈ മണ്ണെടുത്തിട്ടുള്ള ഫ്രണ്ട് ഭാഗം അത്രയും വരുന്നുണ്ട്. വീടിൻ്റെ പിൻഭാഗത്തുണ്ട്, ആ തെങ്ങ് നിൽക്കുന്ന ആ ഭാഗത്ത് നിരപ്പായിട്ടുള്ള പിൻഭാഗത്തും കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഫ്രണ്ട് ഭാഗത്തും സ്ഥലങ്ങളുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് ഇനി നമ്മൾക്ക് 2-3 റൂമുകൾ നിർമ്മിക്കണമെങ്കിൽ ഉള്ളിൽ നിന്ന് കോണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് 2-3 റൂമുകളൊക്കെ ഇതിവിടെ ചിമ്മിനിക്കൂടുണ്ട്, കോണിക്കൂടൊക്കെ നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു പുതിയ മോഡലൊരു ടെറസിൻ്റെ വീട്. ഇനി ഇതിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഫ്രണ്ട് ഭാഗം മുറ്റത്തിൻ്റെ ഭാഗത്തൊരു ഷീറ്റ് ഇട്ട് ഇറക്കുക, കാർ പോർച്ച് പോലെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ സൗകര്യങ്ങൾ കൂടും. അപ്പോൾ നമുക്ക് കാണുമ്പോഴും വീട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാവും. 5 സെന്റ് സ്ഥലം, അതിൽ നിങ്ങൾ ഈ കണ്ട 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട്. വലിയ പഴക്കമില്ലാത്ത വീട് കേട്ടോ, കുറച്ച് കാലം മാത്രമേ ഇതിൽ താമസിച്ചിട്ടുള്ളൂ. അപ്പോൾ സൗകര്യങ്ങളുണ്ട്, ചെറിയ വില അതിന് ചോദിക്കുന്നുള്ളൂ. വഴി സൗകര്യമുണ്ട്, വെള്ള സൗകര്യമുണ്ട്, ടെറസ് ഇട്ട നല്ലൊരു വീടുണ്ട്, നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയാണ്. അപ്പോൾ നിലവിൽ ഇതിൽ താമസക്കാരില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള ഒരു വീടാണ്. ചെറിയ വില. മലപ്പുറം ജില്ലയിലെ എടക്കാട് എന്ന് പറയുന്ന സ്ഥലം, അതായത് എളങ്കൂറിന് വണ്ടൂർ റൂട്ടിൽ, എളങ്കൂർ കഴിഞ്ഞിട്ട് 2 സ്റ്റോപ്പ് കഴിഞ്ഞാലാണ് ഈ എടക്കാട് എന്ന് പറയുന്ന സ്ഥലം. കുഴപ്പമില്ലാത്ത ചെറിയൊരു അങ്ങാടിയാണ്. ഈ എടക്കാട് നിന്ന് നമ്മൾ പത്തിരിയാൽ റോഡിന് ലേശം പോന്നു കഴിഞ്ഞാൽ മതി. ടാറിംഗ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 200-300 മീറ്റർ, ഏകദേശം ഒരു 200 മീറ്റർ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ടാറിംഗ് റോട്ടിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരമുള്ളൂ. ഇപ്പൊ സൗകര്യങ്ങളുണ്ട്, നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു വീടുമാണ്. അർജന്റ് വിൽപ്പനയാണ്. 16 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ട് നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. അതായത് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്. സ്ഥലത്തിനൊക്കെ അത്യാവശ്യം ഇന്നത്തെ കാലത്ത് അവിടെയൊക്കെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ടും ഈ വീടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ കൂടുതലാണ് വില. അപ്പോൾ ഈ ചോദിക്കുന്ന വില 16 ലക്ഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റീസണബിൾ റേറ്റ് ആണ്. വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്, വലിയ സൗകര്യമുണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ഓരോ മെറ്റീരിയൽസും 35-36 ഒക്കെ ഉള്ള ടൈൽസ് ഇപ്പോൾ പെട്ടെന്ന് 50-55 റേറ്റിലൊക്കെ വന്നു. അതുപോലെ തന്നെ കമ്പി, സിമെന്റ്, ലേബർ കോസ്റ്റ്, പണിക്കാരെ കൂലി, അതുപോലെ തന്നെ വെട്ടുകല്ല്, എല്ലാത്തിനും വില കൂടി. ഇപ്പൊ ഒരു മിനിമം ആ റേഞ്ചിൽ വില പിടിച്ചു നിൽക്കുന്ന സിമെന്റ് മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാ മെറ്റീരിയൽസും അടിച്ച് വില കയറിയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ അങ്ങനത്തെ ഒരു വീടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് വീടുകൾ ഇപ്പോൾ കിട്ടാനില്ല. തീർച്ചയായിട്ടും ഇത് വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 5 സെന്റില് നല്ലൊരു വീട്, വലിയ പഴക്കമില്ലാത്ത എല്ലാ വർക്കുകളും ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ലൊരു വീട്, 16 ലക്ഷം രൂപ. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള നിരവധി വീടുകൾ, സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഓരോ ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിലൂടെ തുടർന്ന് നിങ്ങൾക്ക് പുതിയ പുതിയ വീടുകൾ പ്രതീക്ഷിക്കാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.